ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്രിസ്മസ് കൂടി വരവായി. നൊയമ്പിൻ്റെ ഈ സമയത്ത് അഡ്വൻറ്റ് സീരീസിൻ്റെ 22-ാം ദിവസത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തിൽ പ്രത്യേകമായും നമ്മൾ കാണുന്നത് യേശുവിനെ അനുഗ്രഹിക്കുന്ന ശിമയോനെയാണ്. ഈ വചനഭാഗത്തിൽ നാം ദേവാലയത്തിൽ നടക്കുന്ന ഒരു മനോഹര നിമിഷം കാണുന്നു. ദൈവവാഗ്ദാനത്തെ വർഷങ്ങളോളം കാത്തിരുന്ന ശിമയോൻ കുഞ്ഞായ യേശുവിനെ കണ്ടുമുട്ടുന്ന നിമിഷം. ലോകത്തിൻ്റെ രക്ഷകനായി ജനിച്ച യേശുവിനെ കണ്ടുമുട്ടിയ ആദ്യ വിശ്വാസ സാക്ഷികളിൽ ഒരാളായിരുന്നു നീതിമാനായ ശിമയോൻ. വർഷങ്ങളോളം കാത്തിരുന്ന പ്രത്യാശ, ക്രിസ്തുവിൻ്റെ വരവ് അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ യാഥാർത്ഥ്യമായി തെളിഞ്ഞ നിമിഷമായിരുന്നു അത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവാലയത്തിൽ എത്തിയ ശിമയോൻ ചെറിയ ശിശുവായ യേശുവിനെ തൻ്റെ കൈകളിലെടുത്തപ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷത്തിലും സമാധാനത്തിലും നിറഞ്ഞു. എൻ്റെ കണ്ണുകൾ നിന്റെ രക്ഷയെ കണ്ടു എന്ന അവൻ്റെ പ്രഖ്യാപനം ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്വമാണ്. യേശുവിനെ കണ്ടപ്പോൾ ശിമയോൻ തിരിച്ചറിഞ്ഞത് ഇവനാണ് എല്ലാ ജനങ്ങൾക്കുമുള്ള രക്ഷ, ഇവൻ ജാതികളുടെ പ്രകാശം, ഇവൻ ഇസ്രായേലിൻ്റെ മഹത്വം എന്നുള്ളതാണ്. ഈ വചനഭാഗം നമുക്ക് 3 പ്രധാന സത്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവവാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ദീർഘകാലം കാത്തിരുന്ന ശിമയോൻ ദൈവം തൻ്റെ സമയം വന്നപ്പോൾ വാഗ്ദാനം നിറവേറ്റുന്നതായി അനുഭവിച്ചു. രണ്ടാമത്തെ ചിന്ത, യേശു എല്ലാവർക്കുമായുള്ള രക്ഷ. ശിമയോൻ പറഞ്ഞതുപോലെ യേശുവാണ് ജാതികൾക്കുള്ള പ്രകാശം, അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വഴികാട്ടി. മൂന്നാമത്തെ ചിന്ത, യഥാർത്ഥ സമാധാനം യേശുവിൽ മാത്രം. കർത്താവെ, ഇപ്പോൾ എനിക്ക് സമാധാനമായി പോയാലും. യേശുവിനെ കണ്ടപ്പോൾ തന്നെ ജീവിത ലക്ഷ്യവും സമാധാനവും കണ്ടെത്തുന്ന ശിമയോൻ്റെ ആത്മസാക്ഷ്യം. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസ് എന്നത് വെറുമൊരു ആഘോഷമല്ല, ദൈവവാഗ്ദാനം നിവർത്തിക്കപ്പെട്ട നിമിഷത്തിൻ്റെ സ്മരണയാണ്. ലോകത്തെ പ്രകാശിപ്പാൻ വന്ന ദൈവത്തിൻ്റെ പുത്രനിൽ ശിമയോൻ കണ്ട ആ വെളിച്ചം ഇന്ന് നമ്മളെയും വിളിച്ചു വരുത്തുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശ. ഈ ക്രിസ്മസ് നമ്മിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഒരു അനുഗ്രഹം മുഴങ്ങട്ടെ. നാഥ, നിന്റെ രക്ഷയെ ഞങ്ങളും കണ്ടിരിക്കുന്നു എന്ന വിശ്വാസം നമ്മൾക്കുമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തെ നയിക്കുകയും പുതുക്കുകയും ചെയ്യട്ടെ. മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ, ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ജീവിപ്പാനും നമ്മുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തു ജനിക്കുവാനും ഈ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ആമീൻ.